അതിൻ്റെ കൂടെ ഭയങ്കര ഇങ്ങനെ പടപടാന്നുള്ള ഇടുപ്പുണ്ട്. Hey guys, welcome to D Vlogs. ഹലോ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അതിൻ്റെ കൂടെ ഭയങ്കര ഇങ്ങനെ പടപടാന്നുള്ള ഇടുപ്പുണ്ട്. ഇന്ന് ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്, ആഗ്രഹമുണ്ട്, ബട്ട് എനിക്ക് അതിൻ്റെ അടുത്തെത്തുമ്പോൾ ഒരു പേടി വേണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷനിൽ നിന്ന് അവസാനം ഞാൻ എന്തായാലും അതിന് റെഡിയായി പോവാണ്. എന്താ കാര്യം എന്നുള്ളത് ഞാൻ അവിടെ എത്തിയിട്ട് പറയാം. കുറച്ച് സസ്പെൻസ് ഇരുന്നോട്ടെ. ഇപ്പോഴേ പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴേ എന്നെ തെറി വിളിക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് അങ്ങോട്ട് എത്തിയിട്ട് പറയാം. അപ്പം ഞാൻ പെട്ടെന്ന് റെഡി ആവട്ടെ. ഇപ്പോൾ സമയം 4:30 കഴിഞ്ഞിട്ടുണ്ട്. പുറത്ത് പോകണം. ഞാനും മഷിയും ചേച്ചിയും കൂടെയാണ് പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് സീ. ഞാൻ റെഡി ആയിട്ട് വരാം. ഡ്രസ്സൊക്കെ ഞാൻ ഓൾറെഡി മാറ്റിയിട്ട് വന്നതായിരുന്നു. ആക്ച്വലി ഞാൻ കുറേ ആയിട്ട് പോകണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യത്തിനാണ് ഇപ്പോൾ പോകുന്നത്. ഇതും പ്ലാൻഡ് ഒന്നല്ല കേട്ടോ. ആദ്യമേ പ്ലാൻ ചെയ്തെന്ന് പോകാമെന്ന് വിചാരിച്ചൊന്നല്ല. കുറേ ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നാളെ പോകാമെന്നുള്ള രീതിയിൽ ഇങ്ങനെ മാറ്റി അവസാനം ഇന്ന് പെട്ടെന്ന് തീരുമാനിച്ചാണ് പോകാമെന്നുള്ളത്. അപ്പോൾ ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകുമ്പോൾ ഫസ്റ്റ് ഈ ഡ്രസ്സായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് രസമില്ലാന്ന് പറഞ്ഞ് മാറ്റി. ബട്ട് ഇപ്പം എനിക്കിഷ്ടമായിട്ട് പ്രസണ്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിന് പോവല്ലേ, അപ്പോൾ കുറച്ച് ഒരുങ്ങിയിട്ടൊക്കെ പോവാമെന്ന് വിചാരിച്ചു. കമ്മലൊക്കെ എടുത്തിടുവാണ്. ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് അങ്ങനെ കമ്മലോ മാലയോ അങ്ങനെ ഒന്നും ഇടാറില്ല. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ മാത്രമേ ഇതൊക്കെ എടുത്തിടാറുള്ളൂ കേട്ടോ. അപ്പോൾ പോയി വന്ന ഉടനെ തന്നെ അതൊക്കെ എടുത്ത് അയച്ചു വെക്കുകയും ചെയ്യും. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായി ഇതാ പോവുകയാണ്. ഇപ്പോൾ സമയം ഒരു 5:30 ആയിട്ടുണ്ട്. ഞങ്ങൾ വെയിലൊക്കെ ഒന്ന് മാറി കുറച്ചൊന്ന് ശാന്തമായിട്ട് പോകാമെന്ന് വിചാരിച്ച് നിന്നെയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, ഒരുപാട് ദൂരമൊന്നുമില്ല. ഏതാണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടെങ്കിൽ അല്ല, ഞാൻ ഫ്രണ്ടിൽ മിക്കവാറും ഞാനിതിൻ്റെ ഒരു ഷോട്ട് കൊടുക്കും. അപ്പം നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. അപ്പം ഗസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എന്തായാലും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് എനിക്കറിയാം. എന്നോട് ഒരുപാട് പേര് നോ വേണ്ട എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് പോവുകയാണ്. എല്ലാം നന്നായി വരുമെന്ന് വിചാരിക്കുന്നു. പോകുന്ന വഴിക്ക് ഇതേ നമ്മുടെ സൂര്യൻ ചേട്ടൻ വീട്ടിലേക്ക് മടങ്ങുകയാണ്. എന്ത് രസമാണെന്നറിയാം ആ ഒരു ഓറഞ്ച് വ്യൂ കാണാനായിട്ട്. ഫുൾ ആ ഒരു ഏരിയ നമ്മൾ ഫോണിലെടുക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാൻ. ഫോണിലെടുക്കുമ്പോൾ നല്ല നേരിട്ട് കാണാനും നല്ല രസമാണ്. അങ്ങനെ ഇതാ നമ്മൾ സ്പോട്ട് എത്തിയിട്ടുണ്ട്. ഇനി എന്തായാലും ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ ലാസ്റ്റ് ചെയ്ത ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മുടി വെട്ടണമെന്ന് ഞാൻ കുറേ ആയി വിചാരിക്കുന്നു എന്ന്. അപ്പോൾ ഇന്നെന്തായാലും ഞാനതങ്ങ് ചെയ്യാൻ പോവുകയാണ്. രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പോഴും എനിക്ക് രണ്ട് മനസ്സുണ്ട്, എനിക്ക് പേടിയുണ്ട്. ബട്ട് എന്നാലും ഒരാഗ്രഹമല്ലേ, നമുക്ക് ആർക്കും ഒരു ചേഞ്ച് ഇഷ്ടമില്ലാത്തത്. ഒരുപാടായി ഈ ഒരു ഒരേ സ്റ്റൈലിൽ ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് പോകാൻ വിചാരിച്ചു. ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഇതാണ് എൻ്റെ ബിഫോർ കേട്ടോ. ഇതെനിക്ക് അവിടെയുള്ള ഒരു സ്റ്റാഫ് എടുത്ത് തന്നെയാണ്. അവർ പോർട്രേറ്റിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് എൻ്റെ മുടി വെട്ടുന്നതിന് മുമ്പേ ഉള്ളൊരു കോലം എന്ന് പറയുന്നത്. പക്ഷെ അതിൽ കാണുമ്പോൾ ലെങ്ത്ത് അങ്ങനെ മനസ്സിലാവുന്നില്ല കേട്ടോ. നല്ല ലെങ്ത്ത് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞൊക്കെ കൊടുത്തു എത്രത്തോളം കട്ട് ചെയ്യാം, എത്രത്തോളം ലെങ്ത്ത് കുറയ്ക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ട്. കാരണം ഞാൻ അമ്മേൻ്റെ അടുത്ത് നിന്നല്ലാതെ അമ്മ അല്ലാതെ എൻ്റെ മുടി വേറെ ആരും വെട്ടാറില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ആ ഒരു ഇതിൽ നല്ല പേടിയുണ്ട്. ഇവിടെയാണെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവിടെ നിന്നൊരു സലൂണിലേക്കൊക്കെ വരുന്നത്. ഇവിടെ ചേച്ചിക്ക് പരിചയമുള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഇതിൽ വന്നതാണ്. അപ്പോൾ അവർ വെട്ടുമ്പോഴൊക്കെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. സർവീസൊക്കെ നല്ലതായിരുന്നു കേട്ടോ. അവരെല്ലാം എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ട് തന്നെ ചെയ്യുന്നുള്ളൂ. വേറെയും ടീംസ് അവിടെ നിന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത്തവണ ഞാൻ നാട്ടിൽ പോയ സമയത്ത് അമ്മേൻ്റെ അടുത്ത് മുടിയൊക്കെ വെട്ടിച്ചിട്ട് വരണമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. ബട്ട് എന്ത് ചെയ്യാം, അത് നടന്നില്ല. അങ്ങനെ ഇവിടുന്ന് എന്തായാലും ചെയ്യാമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് വന്നത്. അപ്പോൾ അതാ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിങ്ങനെ നെഞ്ചെടുപ്പ് ഇങ്ങനെ കൂടി വരുന്നുണ്ടായിരുന്നു. ഇത് ലാസ്റ്റ് എന്താവും എന്നുള്ളത്. അങ്ങനെ ഗൈസ് വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ ഫൈനൽ ലുക്ക് നിങ്ങൾ കണ്ടിട്ട് പറയൂ.
ഫൈനൽ ലുക്ക് എനിക്ക് ഒരു രക്ഷയില്ല, ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവർ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തൊക്കെ തന്നിട്ടുണ്ട്. ഈ സെറ്റ് ചെയ്യുന്നത് ഒരുപാടൊന്നും ലാസ്റ്റ് ചെയ്യില്ല എന്നറിയാം, എന്നാലും ആ ഒരു സമയത്ത് ആ ഒരു എനിക്ക് ഭയങ്കര ക്യൂട്ട് ആൻഡ് പ്രിറ്റി ആയിട്ടൊക്കെ തോന്നി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞാൻ പേടിച്ചതുപോലെ ഒന്നും എന്തായാലും വന്നില്ല. സത്യമായിട്ടും എനിക്ക് ഇങ്ങനെ കിട്ടുമെന്ന് ഒരു ഇതും ഇല്ലായിരുന്നു. എന്തായാലും അടിപൊളിയായി. എനിക്ക് പിന്നെ ഒരു പേടി ഉണ്ടായിരുന്നു, അതായത് വെട്ടിക്കഴിഞ്ഞിട്ട് അയ്യോ വേണ്ടായിരുന്നു, ഇത്രയും ലെങ്ത്ത് കുറയ്ക്കണ്ടായിരുന്നു എന്നൊക്കെ ഉള്ള തോന്നൽ, ഒരു സങ്കടം ഉണ്ടാവുമോ മനസ്സിലെന്ന് ഞാൻ പേടിച്ചിരുന്നു. ബട്ട് എനിക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ല. ഇത് കണ്ടിട്ട് ഞാൻ പിന്നെ ഫുൾ ടൈം മുടിയിൽ തന്നെ ഇങ്ങനെ കളിക്കുകയായിരുന്നു കേട്ടോ ഫോണിൽ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചേച്ചീനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ചേച്ചി അവിടെ വേറെ ചില പരിപാടികളിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടാളുടെയും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ പുറത്തേക്ക് പോവാണ്. അശ്വി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനിതാ അശ്വിന് എക്സ്പ്രഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്നുള്ളത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അശ്വിൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അശ്വിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അശ്വിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. ഞാൻ വെട്ടിക്കഴിഞ്ഞിട്ട് ചേച്ചീൻ്റെ അടുത്തേക്ക് പോയ സമയത്ത് ചേച്ചിക്കും പറഞ്ഞു ഭയങ്കര നല്ല രസമുണ്ട്, പിന്നെ പുറത്ത് ഇറങ്ങി എല്ലാവരെയും കാണിക്കുന്നവരെ ഇളക്കാതെ അങ്ങനെ തന്നെ വെച്ചോ എന്ന് പറഞ്ഞു. കാരണം സെറ്റ് ചെയ്ത് വെച്ചതൊക്കെ പോകുന്നതിന്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. കുറച്ച് തന്നെ 1-2 സാധനങ്ങൾ അർജൻറ്റായിട്ട് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് അൻസാർ ഗാലറിയിൽ ഇറങ്ങി അവിടെ നിന്ന് ഇതാ സാധനം വാങ്ങിക്കുകയാണ്. വേഗം വീട്ടിലെത്തിയിട്ട് വേണം അമ്മേനെയും ചേച്ചീനെയും ഒക്കെ വിളിച്ചൊന്ന് ഞെട്ടിക്കാൻ. അവർക്കറിയാം ഞാൻ വെട്ടുന്നു, ബട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഇന്ന് വെട്ടാൻ പോവുകയാണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ചേച്ചി എപ്പോഴും ചോദിക്കും നീ വെട്ടുന്നില്ലേ, കാരണം അവൾ വെട്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വെട്ടാമെന്നായിരുന്നു വിചാരിച്ചത്. അപ്പോൾ എനിക്ക് വെട്ടാൻ പറ്റിയില്ല. ഞാൻ അവൾക്ക് ഇങ്ങനെ മോട്ടിവേഷൻ കൊടുത്തു, വെട്ടിക്കോ ഞാൻ വെട്ടും എന്നും പറഞ്ഞിട്ട് അവസാനം പറ്റിക്കോ എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കും വെട്ടുന്നില്ലേ എന്ന്. അങ്ങനെ ഫൈനലി ഞാൻ വെട്ടി. അപ്പോൾ ഇനി എന്തായാലും പോയിട്ട് വിളിച്ചൊന്ന് ഞെട്ടിക്കണം. എന്താ അവരുടെ എക്സ്പ്രഷൻ എന്നുള്ളത് ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ സാധനമൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ച് ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി കുറച്ച് ദിവസത്തേക്ക് എൻ്റെ മുടി കൊണ്ടുള്ള കുറച്ച് ഷോഫൊക്കെ കാണേണ്ടി വരും. എനിക്കൊന്ന് മാത്രമേ പറയാനുള്ളൂ, എല്ലാവരും സഹിക്കുക, ക്ഷമിക്കുക. അങ്ങനെ വീട്ടിലെത്തി ഞാൻ നേരെ അമ്മേനെ വിളിച്ചപ്പോൾ അമ്മേൻ്റെ എക്സ്പ്രഷൻ ഇതാ. അമ്മയ്ക്ക് ആദ്യം മനസ്സിലായില്ല, പിന്നെ ഞാൻ മുടി ഒന്ന് മുന്നോട്ടിട്ടപ്പോഴാണ് മനസ്സിലായത്. അപ്പോഴാണ് ബൾബ് കത്തിയത്. അപ്പോൾ അമ്മ ഇങ്ങനെ ചോദിക്കായിരുന്നു എങ്ങനെയാണ് വെട്ടിയത്, എങ്ങനെയുണ്ട്, എത്ര ലെങ്ത്ത് പോയി, അതാണ് എല്ലാവർക്കും അറിയേണ്ടത്, എത്ര ലെങ്ത്ത് പോയി എന്നുള്ളത്. അങ്ങനെ ഞാൻ ബാക്കിലൊക്കെ കാണിച്ചു കൊടുത്തു. കുഴപ്പമൊന്നുമില്ല, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ബട്ട് അമ്മയ്ക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു കേട്ടോ മുടി ലെങ്ത്ത് കുറയ്ക്കുന്നത്. അമ്മ ആദ്യമൊന്നും സമ്മതിക്കുകയേ ഇല്ലായിരുന്നു. അങ്ങനെ അമ്മേനെ വിളിച്ചു കഴിഞ്ഞ് നേരെ ചേച്ചീനെ വിളിച്ചപ്പോഴും ആദ്യം മനസ്സിലായില്ല, പിന്നെയാണ് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ അമ്മേനെയും ചേച്ചീനെയും ഒക്കെ വിളിച്ച് ഞെട്ടിച്ചു. അവൾക്കും ചോദിച്ചു എൻ്റെ അടുത്ത് എത്ര കട്ട് ചെയ്തു, എത്ര ലെങ്ത്ത് പോയി എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഞാൻ ബാക്കിലൊക്കെ കാണിച്ചു കൊടുത്തു. ഫസ്റ്റ് ചോദിച്ചു കേട്ടോ ഇത്രയും പോയോ, കുറേ കട്ട് ചെയ്തല്ലോ എന്നൊക്കെ ചോദിച്ചു. ബട്ട് ഞങ്ങൾ ഏതാണ്ട് ഞാനും ഏതാണ്ട് സെയിം ലെങ്ത് തന്നെയാണ് കുറച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതാ കട്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല അല്ലേ, അതും ഞാൻ സെയിം തന്നെയാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഒരേ കട്ട് തന്നെയാണ് ചെയ്തത്. ഇതാണ് ബട്ടർഫ്ലൈ ലെയേഴ്സ്. ഞാൻ വിചാരിച്ചിരുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് നല്ലോണം ഷോർട്ടാക്കി കട്ട് ചെയ്യാമെന്നായിരുന്നേ. പിന്നെ അത്രയും ഷോർട്ടാക്കാൻ ഒരു സങ്കടം, അത്രയും പോവണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ ഇത് ചെയ്തതാണ്. അപ്പോൾ എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ബട്ട് ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ട് ഒന്നുകൂടെ നല്ല രസമുണ്ട്. ഇത് പോകുമ്പോൾ എന്താവും എന്നുള്ളത് കണ്ടറിയാം. ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, എന്താണ്, എനിക്ക് ഏതാണ് മാച്ച്, ലോങ് ഹെയർ തന്നെ ആയിരുന്നോ നല്ലത്, അങ്ങനെ പറയരുത്. എന്നാലും പിന്നെ ഇഷ്ടപ്പെട്ട ഏതാണെന്നൊക്കെ എന്തായാലും ഒന്ന് പറയുക. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, എന്നാലും ഒന്ന് പറയുക. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ലാസ്റ്റ് എൻ്റെ കുറച്ച് ഷോ ഓഫും കൂടെ കാണിച്ച് ചെറിയൊരു ട്രാൻസ്ഫോർമേഷൻ അതും കൂടെ കണ്ടിട്ട് എല്ലാവരും പോയിക്കോട്ടോ. അപ്പോൾ ടാറ്റാ, ഗുഡ് നൈറ്റ്.